ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. രാജ്യത്തെ വോട്ടുകൊള്ളയുടെ സത്യമറിയാൻ ജനത്തെ ക്ഷണിച്ച് രാഹുൽ ഗാന്ധി വെബ്സൈറ്റ് തുറന്നിരിക്കുകയാണ്. കോൺഗ്രസ് കണ്ടെത്തിയ കൊള്ളയറിയാം, ഒപ്പം നിങ്ങൾ കണ്ടെത്തിയ ക്രമക്കേട് രേഖപ്പെടുത്താം. രാഹുൽ ഗാന്ധി .in/ആവാസ് ഭാരത് കി /വോട്ട് ചോരി സത്യമറിയാൻ ഇങ്ങനെ ക്യാമ്പയിനിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യാം. നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് ഇന്ത്യ സഖ്യത്തിലെ 300 MP-മാരുടെ മാർച്ചുണ്ട്. ഖാർഗെയുടെ അത്താഴ വിരുന്നുണ്ട്. അങ്ങനെ സഖ്യപരിപാടികൾ പുറത്തേക്ക് വരുമ്പോഴതാ രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ് വരും. രാഹുൽ വാർത്താസമ്മേളനത്തിൽ കാണിച്ച രേഖകൾ കമ്മീഷന്റേതല്ല എന്നാണ് ആദ്യവാദം. രണ്ടാമത് പറയുന്നത് ശകുൻ റാണി എന്ന 70-കാരി 2 തവണ വോട്ട് ചെയ്തു എന്നതിന് തെളിവില്ലെന്നാണ്. ശകുൻ റാണി 1 തവണയെ വോട്ട് ചെയ്തിട്ടുള്ളൂ അത്രേ. പക്ഷേ ക്രോപ്പ് ചെയ്തും വലുതാക്കിയും പല മേൽവിലാസത്തിൽ കണ്ട ശകുൻ റാണിയുടെ രേഖയെക്കുറിച്ച് മറുപടിയില്ല. അതായത് ഇരട്ടിപ്പ് രേഖ കാണിച്ചിട്ട് കാര്യമില്ല, പലതവണ ഒരാൾ വോട്ട് ചെയ്തതിന് തെളിവ് രാഹുൽ ഗാന്ധി നൽകണം എന്നാണ്. കമ്മീഷനും പ്രതിപക്ഷവും നാടിനെ ഞെട്ടിച്ച രേഖകളിൽ കൊമ്പുകോർക്കുമ്പോൾ ബംഗളൂരുവിൽ നിന്നും കേൾക്കുന്നു ലോകം മുഴുവൻ ഇന്ത്യയുടെ പുതിയ മുഖം കണ്ടുവെന്ന്. തെറ്റിദ്ധരിക്കേണ്ട, ഓപ്പറേഷൻ സിന്ദൂറിലാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം. അഥവാ വോട്ടുകൊള്ളയിൽ മോദിക്ക് മൗനം. ജനാധിപത്യം പ്രതിസന്ധിയിലെന്ന ആശങ്കയിൽ ഇന്ത്യ ഒന്നിച്ചോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ മുസ്ലിം ലീഗിൽ നിന്നും ഷാഫി ചാലിയം, BJP-യിൽ നിന്നും അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് N ലാൽകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ സണ്ണിക്കുട്ടി എബ്രഹാം എന്നിവരാണ്. ആദ്യം ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാമിലേക്കാണ്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഇന്നിപ്പോൾ 4ാം ദിവസമാണ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ട്. ആദ്യം രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം സമർപ്പിക്കണം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടത്. ഇന്നിപ്പോൾ നോട്ടീസ് നൽകുകയാണ്. രാഹുൽ കാണിച്ച രേഖകൾ ശരിയായ രേഖകളല്ല. അതിൽ ഒരു ഉദാഹരണമായി പറയുന്നത് ശകുൻ റാണിയുടെ വിവരമാണ്. അതിൽ ഒരു പോസിറ്റീവായ കാര്യം എന്താണോ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് കാണിച്ചത് അതിലൊരു പരിശോധനയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നു എന്നുകൂടിയല്ലേ? നിങ്ങളിപ്പോൾ ഈ നോട്ടീസിനെ എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിൻ്റെ മുമ്പിൽ വെച്ച ചില സത്യങ്ങൾ അതിനെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ ഇലക്ഷൻ കമ്മീഷന് സാധിക്കില്ല എന്ന് ഇതോടെ വ്യക്തമായിരിക്കുകയാണ്. പക്ഷേ രാഹുൽ ഗാന്ധി ഒരു വിലാസം എന്ന് പറയുമ്പോൾ ഒരു മുറിയും ചെറിയൊരു അടുക്കളയുമുള്ള ഒരു ചെറിയ വാസസ്ഥലം, അവിടെ 80 വോട്ടർമാർ രജിസ്റ്റർ ചെയ്തതിനെ പറ്റി ഈ ഇലക്ഷൻ കമ്മീഷന്റെ നോട്ടീസ് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് വൈകുന്നേരം കേട്ട വാർത്തയനുസരിച്ച് ഒരു ശകുൻ റാണി എന്ന് പറയുന്ന സ്ത്രീയാണോ പുരുഷനാണോ ആ വ്യക്തി 2ലേറെ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞത് ശരിയല്ലെന്നാ. സ്ത്രീയാണ്. അപ്പം ആ വോട്ട് ചെയ്തത് ശരിയല്ല എന്നുള്ളതിനപ്പുറത്ത് രാജ്യത്തെ നടുക്കിയൊരു വലിയ വോട്ട് കൊള്ളയുടെ ചുരുളുകളാണ് രാഹുൽ ഗാന്ധി അഴിച്ചതെന്ന് ഓർക്കണം, അല്ലെങ്കിൽ തുറന്നു വെച്ചത്, ആ ചുരുളുകൾ അഴിച്ചത്. ഇവിടെ ഒരു വ്യക്തിയുടെ, ഇതൊക്കെ വളരെ സ്വാഭാവികമാണ്, ഒരു ചെറിയ തെറ്റ് അല്ലെങ്കിൽ തെറ്റാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഈ കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ വിശദീകരണം നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. എന്തായാലും പക്ഷേ പറഞ്ഞ വളരെ പ്രമാദമായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മറുപടി പറയാൻ എവിടെയാണ് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സാർ? അദ്ദേഹം ഇതുവരെ മിണ്ടിയിട്ടില്ലല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ റിപ്പോർട്ടർ വാർത്തയിൽ പറഞ്ഞതുപോലെ, അല്ല സ്മൃതിയുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ കർണാടകയിൽ ഉണ്ടായിരുന്നല്ലോ. അവിടെ വന്ദേ ഭാരത് ഫ്ലാഗ് ഓഫ് ചെയ്യാനും മറ്റുമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ആ ജി എന്താണെന്നും പറയാതിരുന്നത്. രാഹുൽ ഗാന്ധി എന്താണ് പറയുന്നത്? രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യം, ഈ വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ രൂപം, ആ ഡിജിറ്റൽ രേഖകൾ തന്നാൽ 15 മിനിറ്റ് കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായത് വോട്ട് കൊള്ളയിലൂടെയാണെന്ന് തെളിയിക്കാമെന്ന ഒരു പ്രധാനമന്ത്രിക്കെതിരായിട്ട് വന്നൊരു ആരോപണം. ഇതൊരു സാധാരണ മനുഷ്യൻ ചെയ്തതല്ല. ഒരു രാഷ്ട്രീയക്കാരൻ, വെറും രാഷ്ട്രീയക്കാരനല്ല. അദ്ദേഹത്തിന്റെ നേരെ എതിർവശത്ത് ലോക്സഭയിൽ ഇരിക്കുന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, ലോക്സഭയിലെ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ്, അദ്ദേഹമാണ് അദ്ദേഹം മുഖത്ത് നോക്കി പറയുന്നത്, ഈ BJP-യുടെയും സർക്കാരിന്റെയും മുഖത്ത് നോക്കി പറയുന്നത്, ഈ രേഖ തന്നാൽ പ്രധാനമന്ത്രി പദത്തിലേറിയത് വോട്ട് കൊള്ളയിലൂടെയാണെന്ന് തെളിയിക്കാമെന്ന്. കുറഞ്ഞ പക്ഷം അതിനൊരു മറുപടി പറയണ്ടേ? ഈ ശകുൻ റാണി ഇവിടെ നിൽക്കട്ടെ, ശകുൻ റാണിയുടെ കാര്യവുമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് പോകട്ടെ. എന്തുകൊണ്ടാണ് നിശബ്ദത പാലിക്കുന്നത്? എന്തുകൊണ്ട് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ, അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് കേരള കേഡറിലുള്ള ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നു, അദ്ദേഹം എന്തുകൊണ്ട് നിശബ്ദത പാലിക്കുന്നു? അദ്ദേഹം പ്രോക്സി കളിക്കുക. അദ്ദേഹം കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർമാരെ കൊണ്ടുള്ള കളിയാണ് കളിക്കുന്നത്.
അത് പറ്റത്തില്ലല്ലോ. അപ്പൊ ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി കിട്ടണമല്ലോ. അതാര് തരും? അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു തലത്തിലേക്ക് അതിന് കൃത്യമായ ഒരു മറുപടി പറയാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? രാഹുൽ ഗാന്ധി ഈ ആരോപണം വെറുതെ രഹസ്യമായിട്ട് പറഞ്ഞതല്ല. കോൺഗ്രസിന്റെ ആസ്ഥാന മന്ദിരമായ ഇന്ദിരാഭവനിൽ ഡൽഹിയിലെ മുഴുവൻ പത്രപ്രവർത്തകരെയും വിളിച്ചിരുത്തിയിട്ട് ഒരു പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ തെളിവുകൾ, ഡേറ്റകൾ സഹിതം പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പൊ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഈ പറയുന്നത് തെറ്റാണെങ്കിൽ, ഞാൻ ഇതുവഴി വ്യാജ പ്രചാരണം വഴി ഇലക്ഷൻ കമ്മീഷനെ മോശക്കാരാക്കുകയാണെങ്കിൽ, അവരുടെ പ്രതിച്ഛായ തീർക്കുകയാണെങ്കിൽ, കം അറസ്റ്റ് മീ, എന്നെ നിങ്ങൾ ജയിലിലാക്കിക്കോളൂ എന്ന് പറഞ്ഞതാണ്. എന്തിനാ നോട്ടീസ് അയക്കുന്നത്? ഇപ്പൊ ഈ രേഖ അദ്ദേഹം എഴുതി കാണിച്ച രേഖയിൽ, അദ്ദേഹം ഉയർത്തിക്കാട്ടിയ രേഖയിൽ ഈ ശഗൻ റാണി 2 തവണ വോട്ട് ചെയ്തുള്ള ടിക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ടിക്ക് മാർക്ക് ചെയ്ത രേഖ ഇലക്ഷൻ കമ്മീഷന്റേതല്ലെന്ന, അത് രാഹുൽ ഗാന്ധി സൃഷ്ടിച്ചതാണോ, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയതാണോ, അല്ലെങ്കിൽ ശ്രീമതി ശകുൻ റാണി ഹാസ് സ്റ്റേറ്റഡ് ദാറ്റ് ഷി ഹാസ് വോട്ടഡ് ഓൺലി വൺസ് ആൻഡ് നോട്ട് ട്വൈസ് ആസ് എലിജ്ഡ് ബൈ യു. അതായത് അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തതാണ്, അവരിൽ നിന്നും ആ തെളിവ് തേടിയിരിക്കുന്നു. അവർ പറഞ്ഞിരിക്കുന്നു, ശകുൻ റാണി പറഞ്ഞിരിക്കുന്നു. അതെ സ്മൃതി, ആര് പറഞ്ഞു? ശകുൻ റാണി പറഞ്ഞിരിക്കുന്നു. ശഗൻ റാണി ഇരട്ട വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാണല്ലോ അവർ BJP കാരിയാണല്ലോ, BJPക്ക് വേണ്ടിയാണല്ലോ അത് ചെയ്തത്. പിന്നെ ശകുൻ റാണി പറയുമോ? ആരോടെങ്കിലും പറയുമോ? ഇന്നലെ ഇന്ത്യ ടുഡേയുടെയും മറ്റും സംഘം, എനിക്ക് തോന്നുന്നു റിപ്പോർട്ടറുടെ സംഘവും റിപ്പോർട്ടർ ടിവിയുടെ സംഘവും പോയിരുന്നു. അവിടെ അന്വേഷണത്തിൽ എന്താ തെളിഞ്ഞത്? ശകുൻ റാണിയെ കണ്ടിട്ടുണ്ടാവില്ല. പോയിരുന്നു. അപ്പൊ ശകുൻ റാണി എന്ന് പറയുന്ന അതെ, അല്ല ഞാൻ ശകുൻ റാണിയെ നിങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പം ശകുൻ റാണി BJPക്ക് അനുകൂലമായിട്ട് 2 തവണ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, വ്യാജ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് സമ്മതിക്കുമോ സ്മൃതി? ആരോടെങ്കിലും പറയുമോ? നോക്കൂ, ഞാൻ 2 വോട്ട് ചെയ്തിട്ടിരിക്കുകയാണ് എന്നാരെങ്കിലും പറയുമോ? ഇവിടെ ഇത്രയും വളരെ വിപുലമായ ആഴത്തിലുള്ള ഒരു അഴിമതിയെക്കുറിച്ച്, അഴിമതി എന്ന് പറയാൻ പറ്റില്ല, ഇതുപോലെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ കള്ളവോട്ടൊക്കെ നടന്നിട്ടുണ്ടാവും. അത് കേരളത്തിന് പുറത്തുമൊക്കെ നടന്നിട്ടുണ്ടാവും, അതൊക്കെ നമുക്കറിയാം. പക്ഷെ ഇതെന്താണ്? ഏത് തോതിലുള്ള ഒരു വോട്ട് കൊള്ളതാണ് വോട്ട് ചോരി എന്ന് പറയുന്നത്? മോഷണം, കട്ടോണ്ട് പോയിരിക്കുകയാണ്, ജനാധിപത്യത്തെ കട്ടോണ്ട് പോയിരിക്കുകയാണ്, ജനഹിതത്തെ കട്ടോണ്ട് പോയി. എന്നിട്ട് ശഗൻ റാണിയുടെ കഥയും പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഈ ആരോപണത്തിന് മുന ഒടിക്കാമെന്ന് ഇലക്ഷൻ കമ്മീഷൻ വിചാരിച്ചാൽ നടക്കുന്നില്ല. അവർ തെളിവുകളുമായിട്ട് വരട്ടെ. ഇനി രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യട്ടെ, കേസ്. അതാണ്, രാഹുൽ ഗാന്ധിക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കട്ടെ എന്നാണെന്ന് KC വേണുഗോപാൽ പറഞ്ഞ. അഡ്വക്കേറ്റ് VP ശ്രീ പത്മനാഭൻ, ഇത് നോക്കൂ, പ്രതിപക്ഷം ഒരുമിക്കുകയാണ്. പല ഘട്ടങ്ങളിലായി മാറി മാറിയൊക്കെ നിന്നിരുന്ന, വ്യത്യസ്ത പ്രതികരണങ്ങൾ നടത്തിയിരുന്ന ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ ഒരുമിക്കുന്നു. നാളെ ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് പ്രതിപക്ഷ MPമാർ 300 പേർ റാലി സംഘടിപ്പിക്കാൻ പോകുന്നു. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനാകട്ടെ ആദ്യം 5 പേരെ കാണൂ എന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ 30 MPമാരെ കാണാമെന്ന് സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് ആ കൂടിക്കാഴ്ചയ്ക്ക് നിർബന്ധിതനായിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊരു നിലയിൽ കൂടി എത്തുകയാണ്. ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഐക്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ഇന്ന് വന്നിരിക്കുന്ന നോട്ടീസ്, എന്താണ് പ്രതികരണം? അല്ല, ഇന്ത്യ മുന്നണി ഒരുമിച്ചല്ലേ മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ നേരിട്ട് തോറ്റുപോയില്ലേ? ഇന്ത്യ മുന്നണി 2ആയി മത്സരിച്ചു, ഡൽഹിയിൽ 0 ആയില്ലേ? അതിലൊന്നും അർത്ഥമില്ല. അവർ ഒന്നിക്കോ രണ്ടാവോ എന്തെങ്കിലും ചെയ്യട്ടെ, അത് അവരുടെ ജനാധിപത്യ സ്വാതന്ത്ര്യം. ഞങ്ങൾക്ക് അതിൽ താല്പര്യമൊന്നുമില്ല. അവർ ഒന്നിച്ചു നിന്നപ്പോഴും അവർ തോറ്റു, 2ആയി നിന്നപ്പോഴും അവർ തോറ്റു. ഇപ്പം ഞങ്ങൾ എന്തിനാ ബേജാറാവുന്നത്? അവർ ഒന്നിച്ചാലും കണക്കാ, ഒന്നിച്ചില്ലെങ്കിലും കണക്കാ. ഒന്നിച്ച വിഷയം ബംഗാളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഞാൻ പറഞ്ഞോട്ടെ, ഇന്നത്തെ വിഷയം ഇന്ത്യ ഉന്നയിച്ചോ എന്നാണ് എനിക്കിട്ട് തന്നത് നിങ്ങളുടെ വാട്സപ്പിൽ. അതാ ഞാൻ പറയുന്നത്. എന്തിനാണ് ഒന്നിച്ചെന്നുള്ളതാണ് ചോദ്യം. ബംഗാളിൽ അതെ എനിക്ക് അറിഞ്ഞുകൂടാ, അത് അവരോട് ചോദിക്കണം. അവർ ഒന്നിച്ചാലും കണക്കാ, ഒന്നിച്ചില്ലെങ്കിലും കണക്കാ. ബംഗാളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഞങ്ങളും മമതയും തമ്മിൽ മത്സരിച്ചു. അവർ 3ാം സ്ഥാനത്തായി. അവരില്ലാണ്ട് തന്നെ മമതയ്ക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ സാധിച്ചു ഉപതെരഞ്ഞെടുപ്പിൽ. പിന്നെ മമത വരെ കൂട്ടുമോ? മമതയ്ക്ക് ഇവരെ വേണ്ടാന്ന്. കോൺഗ്രസ്സുകാരെ മമതയ്ക്ക് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് ജാഥയ്ക്ക് ആളെ കൂട്ടിയിട്ട് എന്താ കാര്യം? ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ കഥയാണ് പറഞ്ഞത്. അത് എത്ര പഴയതാ?
കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ഉപതെരഞ്ഞെടുപ്പ് നടന്നു ബംഗാളിൽ. എന്തായി? മമത കൂട്ടിയില്ല, 3-ാം സ്ഥാനത്തായി. മമതയ്ക്ക് ഇവരില്ലാണ്ട് ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റിയെന്ന്. പിന്നെ മമത വരെ കൂട്ടുമോ? ജാഥയ്ക്ക് ഇന്ന് പയ്യാറെ കൂടെ നടന്നിട്ട് കാര്യമുണ്ടോ? തെരഞ്ഞെടുപ്പിൽ കൂട്ടണ്ടേ? സീറ്റ് വേണ്ടേ? ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് സീറ്റ് കിട്ടണ്ടേ? ശരി, അത് നിങ്ങളുടെ വിഷയമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അവർ ഒരുമിച്ച് മത്സരിക്കുകയോ വേറെ മത്സരിക്കുകയോ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് താങ്കളൊന്ന് പരിഹസിച്ചല്ലോ. അതങ്ങനെ പോട്ടേന്നേ. പക്ഷേ ഈ വിഷയത്തിൽ ഒരുമിക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്ന നോട്ടീസിനെ കുറിച്ച് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങളെ കുറിച്ച് എന്താണ് ബി.ജെ.പിക്ക് മറുപടി? അത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാഹുൽ ഗാന്ധിയും കൂടിയുള്ള നിയമപരമായ നടപടിക്രമങ്ങളല്ലേ, അത് നടക്കട്ടെ. അല്ല, ബി.ജെ.പി കേന്ദ്ര സർക്കാരിന് വേണ്ടി ബി.ജെ.പിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്തുകളിച്ചു എന്നതാണ് ആരോപണം. അതിൽ ബി.ജെ.പിക്ക് മറുപടി വേണ്ടേ? ആരോപണല്ലേ? സെൻട്രലില് 7-1 പറഞ്ഞില്ലേ? പ്രതിപക്ഷ നേതാവാണ്. ആയിക്കോട്ടെ ബാംഗ്ലൂർ ആയിക്കോട്ടെ നീ സ്മൃതി പറഞ്ഞു എന്ന് കൂട്ടുക. ഐ റെസ്പെക്ട് യു ഓൾസോ, ഐ ഗീവ് വെരി റെസ്പെക്ട് യു ഓൾസോ. താങ്കൾ പറഞ്ഞു എന്ന് കൂട്ടുക. ബാംഗ്ലൂർ സെൻട്രലിൽ 7-1 പച്ചക്കള്ളായില്ലേ? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ബാംഗ്ലൂർ നഗരത്തിലെ സീറ്റിൻ്റെ കണക്കറിയില്ല. അറിയില്ല. തിരുവനന്തപുരത്ത് 3 സീറ്റിൽ NDAയും 4 സീറ്റിൽ ഇവർ കോൺഗ്രസ് ലീഡ് ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയില്ലേ? തിരുവനന്തപുരത്ത് 6-1 പറഞ്ഞാൽ ആളുകൾ പരിഹസിക്കില്ലേ? ബാംഗ്ലൂർ ഇപ്പോൾ ആൾക്കാർ പരിഹസിക്കുകയല്ലേ? 4-4 അല്ലേ, 7-1 അല്ലല്ലോ. ഇത് എവിടുന്ന് കിട്ടിയടോ കണക്കെന്നാണ് ചോദിക്കും. ഞാൻ ബാംഗ്ലൂരിലെ ബി.ജെ.പിക്കാരോട് ചോദിച്ചു. അവർ പറയുന്നത് ഞങ്ങളെ കാണുമ്പോൾ കോൺഗ്രസ്സുകാർ വഴിമാറി നടക്കുക, സുഹൃത്തുക്കളായ കോൺഗ്രസ്സുകാരുന്നു. കാരണം ഞങ്ങളൊക്കെ അല്ലടോ 7-1 എവിടുന്ന് കിട്ടിയടോ കണക്ക്? 4-4 അല്ലേ, നിൻ്റെ നേതാവിന് 7-1 എവിടുന്ന് കിട്ടി ചോദിച്ചപ്പോൾ അവർ വഴിമാറി നടക്കുക കോൺഗ്രസ്സുകാരുന്നു. അപ്പോൾ അതുപോലും തെറ്റാണ്. എന്തൊരു വിഡ്ഢിത്തര കാണിച്ചത്. ഇന്ത്യയിലെ ഒരു IT നഗരത്തിൽ ബാംഗ്ലൂർ സെൻട്രൽ അടുക്കുള്ള മണ്ഡലം, അവിടുത്തെ കണക്ക് അത് തെറ്റ്. 7-1 അല്ല, 4-4 അതുവരെ തെറ്റ്. പവർ പോയിന്റ് പ്രസൻറ്റേഷൻ, എത്ര മാസത്തെ റിസർച്ച്, എന്ത് കാര്യം? അതുകൊണ്ട് അതാണ് ഞങ്ങളായിട്ടുള്ള പ്രശ്നം. ഞങ്ങൾക്ക് ഞങ്ങൾ 4 സീറ്റിൽ ലീഡ് ചെയ്തിട്ട് അയാൾ അല്ല 1-7 പറഞ്ഞാൽ ഞങ്ങൾ വിട്ടുകൊടുക്കൂല. ഞങ്ങൾക്കറിയാം ഞങ്ങളല്ലേ 4 സീറ്റിൽ ലീഡ്. മറ്റേത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അങ്ങോട്ട് തമ്മിലുള്ള പ്രശ്നം അവർ തീർത്തോട്ടെ എന്ന്. നിയമയുദ്ധമോ ബഹളോ എന്താ വെച്ചാൽ ചെയ്യട്ടെ, അങ്ങോട്ട് അവർ തമ്മിൽ തീർക്കട്ടെ. ഞങ്ങൾ കാഴ്ചക്കാരാണ്. അദ്ദേഹം കാണിച്ച രേഖകളെ കുറിച്ച് വി.പി. ശ്രീപത്മനാഭൻ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഈ പറയുന്ന ശകുൻ റാണിയുടെ തന്നെ പണം പല രൂപത്തിൽ ക്രോപ്പ് ചെയ്തും വലുതാക്കിയും പല രൂപത്തിലായിട്ട് 4 കാർഡിലധികം വന്നിട്ടുണ്ട്. ഒരു ബൂത്തിൽ തന്നെ അവരുടെ ഫോട്ടോ പലയിടത്തായി വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വോട്ട് ചെയ്തോ ഇല്ലയോ എന്നതിനപ്പുറം എങ്ങനെയാണ് ഈ രേഖ ഒരാളുടെ പടത്തിൽ പല അഡ്രസ്സിൽ പല മേൽവിലാസത്തിൽ വരുന്നത് എന്നുള്ള ചോദ്യമാണ്. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിടത്ത് ഞങ്ങളും സഞ്ചരിച്ചു. റിപ്പോർട്ടർ വാർത്താ സംഘവും അത് കണ്ടെത്തിയിട്ടുണ്ട്. മുനിറെഡ്ഡി ഗാർഡനിലെ ലൈൻ മുറികൾ, അവിടെ വ്യാജ വോട്ട് ആരോപിക്കപ്പെട്ട സ്ഥലമാണ്. അവിടെ ഒരാൾ മാത്രമാണ് താമസിക്കുന്നത്. അവിടെ 80 പേരുടെ അഡ്രസ്സാണ്. 4 വോട്ടർ ID-കൾ എന്ന മഹാദേവ നഗറിൽ ഒരാൾക്ക് 4 വോട്ടർ ID-കൾ എന്നാണ് കണ്ടെത്തിയത്. അപ്പോൾ അതവിടെ 80 വോട്ടർമാർ തങ്ങിയെന്ന് രേഖയിൽ പറയുന്ന വീട്ടിലും അവിടെ എത്തുന്നു. അവിടെ ഒരാളേ ഉള്ളൂ. അത് മുനിറെഡ്ഡി ഗാർഡനിലെ ലൈൻ മുറികളിൽ ഒന്നാണ്. ഈ 80 പേർ ആരാണ് എന്ന് ഇപ്പോഴും അറിയാൻ പറ്റുന്നില്ല. ഇന്നിപ്പോൾ പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. സെൻട്രൽ മണ്ഡലത്തിന് സമാനമായ ക്രമക്കേട് ബംഗളൂരു നോർത്ത് മണ്ഡലത്തിലും ഞങ്ങളെ വാർത്താസംഘം കണ്ടെത്തിയാണ്. KR-പുര മണ്ഡലത്തിലെ ഇസ്ലാപൂരിലെ ഒരു കെട്ടിടത്തിൽ 355 വോട്ടുകളാണ് വോട്ടർ പട്ടികയിലുള്ളത്. KR-പുര മണ്ഡലത്തിലെ ഇസ്ലാപൂരിലെ ഈ കെട്ടിടത്തിൽ 355 വോട്ടുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇലക്ഷൻ കമ്മീഷൻ കണ്ടുകെട്ടിയ കാറിൽ നിന്നും 355 ID കാർഡുകൾ ഇവിടെ പിടിച്ചെടുത്തിരുന്നു. ഇതൊക്കെ സ്ഥിരീകരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവുകൾ പുറത്തു വരികയാണ്. ഇത് നിഷേധിക്കാൻ പറ്റുമോ? ഒരാളുടെ പടം, ആ പടത്തിൽ എത്ര രേഖകളാണ്, എത്ര വ്യാജ അഡ്രസ്സുകളാണ് വരുന്നത്? ഇതിനൊക്കെ ഉത്തരവാദി ആരാണ്? അല്ല, ആ ജയറാം റെഡ്ഡിനെ അറസ്റ്റ് ചെയ്യണം. അയാൾ കോൺഗ്രസ്സുകാരനെ 35 നമ്പർ റൂമിൽ 80 ആളെ വോട്ടറാക്കിയ ജയറാം റെഡ്ഡി. അയാൾ NDTV-യിൽ പരസ്യമായിട്ട് പറഞ്ഞു ഐ എം എ കോൺഗ്രസ് വർക്കർന്ന്. നിർബന്ധമായിട്ട് അവനെ അറസ്റ്റ് ചെയ്യണം. അങ്ങനെ വിട്ടാൽ പറ്റൂല. അതാണ് ഞങ്ങളുടെ ആവശ്യം. കോൺഗ്രസ്സുകാരൻ ഒരു മുറിയിൽ 80 ആളെ പോറ്റുക ഒന്ന് കാണണല്ലോ. അല്ല, നിങ്ങളുടെ ആവശ്യമായി ഒന്നും പറഞ്ഞു കേട്ടില്ലല്ലോ. ഇന്ന് ബാംഗ്ലൂരിൽ തന്നെ പ്രധാനമന്ത്രി എത്തിയിരുന്നു, ഒന്നും പറഞ്ഞു കേട്ടില്ല. പുതിയ മുഖം കണ്ടു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ വിഷയം പ്രധാനമന്ത്രി ജയറാം റെഡ്ഡി അറസ്റ്റ് ചെയ്യണമെന്ന് പറയാനോ? അത് ഞങ്ങൾ അവിടുത്തെ മണ്ഡലം
അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ജയറാം എന്തൊരു റെഡ്ഡി അറസ്റ്റ് ചെയ്യണം. പുച്ഛമാണ് കോൺഗ്രസ് ശ്രീ നേതാവായ ജയറാം റെഡ്ഡി ശ്രീപത്മനാഭൻ, അറസ്റ്റ് ചെയ്യണം. രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഇവിടെ വോട്ട് കൊള്ളയെ കുറിച്ച് തെളിവുകൾ സഹിതം 1.25 മണിക്കൂർ വാർത്താ സമ്മേളനം നടത്തിയതിനോടുള്ള ബിജെപിയുടെ പ്രതിഷേധം ജനാധിപത്യത്തോടുള്ള പ്രതിഷേധമാണോ എന്ന സംശയം വരികയാണ്. ശ്രീ ഷാഫി ചാലിയം, ഈ പരിഹാസത്തിന് മറുപടിയുണ്ടോ? ഇനി ബാംഗ്ലൂർ സെൻട്രലിന്റെ കാര്യത്തിൽ പോലും നിങ്ങൾക്ക് കൃത്യമായ കണക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലേ എന്നാണ് അദ്ദേഹം പരിഹസിക്കുന്നത്. മറുപടി. അല്ല, അദ്ദേഹം ഇവിടെ വിശദീകരിച്ചല്ലോ. കേൾക്കുന്ന പ്രേക്ഷകർക്ക് അദ്ദേഹത്തിൻ്റെ ആ സംസാരത്തിലെ അഹങ്കാരവും അദ്ദേഹത്തിൻ്റെ ആ ചൊടി നിറഞ്ഞ ഒരു ശരീരഭാഷയും ജനാധിപത്യത്തോടും ഈ ആരോപണമുള്ള ഒരു പരമ പുച്ഛയൊക്കെ നമ്മൾ കണ്ടല്ലോ. ഇതൊക്കെ തന്നെയാണ് പ്രശ്നങ്ങൾ. ഒന്ന്, ഇലക്ഷൻ കമ്മീഷൻ ഈ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രീം കോടതിയോളം പ്രാധാന്യമുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതിൽ പ്രൈം മിനിസ്റ്റർ, പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്, ഈ 3 പേരുമാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷനെ നിശ്ചയിക്കേണ്ടത്. ഇതാണ് രാജ്യത്തിലെ നിയമം. ഈ നിയമമാണ് ആദ്യം മാറ്റുന്നത്. ഇത് എന്തിനാണ് മാറ്റണത്? സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനാണ് മാറ്റി. എന്നിട്ട് പ്രൈം മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ. അപ്പോൾ എന്ത് സംഭവിക്കും? പ്രൈം മിനിസ്റ്റർ അഭിപ്രായത്തിന് അപ്പുറത്തൊരു അഭിപ്രായം പ്രൈം മിനിസ്റ്റർ നിയമിക്കുന്ന നോമിനിക്ക് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ രാജ്യത്തിലെ സുപ്രീം കോടതിൻ്റെ ചീഫ് ജസ്റ്റിസ് ആരാ? ജമാഅത്തെ ഇസ്ലാമിക്കാരനോ അല്ലെങ്കിൽ ലക്ഷറെ തൊയ്യുമെന്നല്ലല്ലോ. ഈ രാജ്യത്തിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഏറ്റവും വലിയൊരു കുഞ്ചിക സ്ഥാനത്തിരിക്കുന്ന അവരെ പോലും മാറ്റാൻ തയ്യാറുള്ള ഇവർ എന്തൊക്കെ ചെയ്യും ഈ രാജ്യത്ത്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇവിടെ TN ശേഷൻ, ഖുറൈശി തുടങ്ങിയ ഒരുപാട് പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുണ്ടായിരുന്നു. അവരൊക്കെ ഭരിക്കുന്നവരുമായിട്ട് എങ്ങനെയാണ് നിന്നത്? വളരെ നിഷ്പക്ഷപരമായി ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് അവരൊക്കെ നിന്നത്. എന്നാൽ ഇന്ന് സംവിധാനമാകെ മാറിപ്പോയിരിക്കുന്നു. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വോട്ടർ പട്ടികയിൽ ഫോട്ടോ ഇല്ലാതെ ഒരു അഡ്രസ്സ് മാത്രം. എങ്ങനെയാണ് ഫോട്ടോ ഇല്ലാതെ അത് പ്രിൻ്റ് ചെയ്യപ്പെടുന്നു? ചിന്തിച്ച് നോക്കുക നിങ്ങൾ. അപ്പം ഈ വരുന്ന വോട്ടർ ആരാണ്? അവരെങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും? മഹാരാഷ്ട്രയിൽ തന്നെ വേറൊരു സംഭവം രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത്. ഇതിനൊന്നും മറുപടിയില്ല. അതായത് അഡൽട്ട് വോട്ടേഴ്സ് ഉണ്ട്, പുതുതായി വരുന്ന വോട്ടേഴ്സ്. അവരുടെ നമ്പർ എത്രയാണോ അതിൻ്റെ ഇരട്ടിയിലധികം വൃദ്ധന്മാരായ ആളുകൾ പുതുതായി വോട്ടർമാരായി മാറിയിരിക്കുന്നു. നിലവിലുള്ള വോട്ടർമാർക്ക് വയസ്സായി വൃദ്ധരാകലാണ്. ഇത് വൃദ്ധരായ വോട്ടർമാർ ചേർക്കപ്പെട്ടത് അഡൽട്ടിൻ്റെ ഇരട്ടിയിലധികം. മഹാരാഷ്ട്രയിലെ തന്നെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ കണക്ക് പറഞ്ഞു. മൊത്തം വോട്ട് 5,06,000. പോൾ ചെയ്യപ്പെട്ട വോട്ട് 4,10,000. എല്ലാ സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ വോട്ട് കൂട്ടി നോക്കിയപ്പോൾ 6 ലക്ഷം. എങ്ങനെയുണ്ട്? അല്ല, 5 ലക്ഷത്തി സംതിങ് ആണ് ടോട്ടൽ വോട്ട്. പോൾ ചെയ്യപ്പെട്ടത് 4 ലക്ഷത്തി സംതിങ് ആണ്. എന്നാൽ എല്ലാ സ്ഥാനാർത്ഥികൾക്കും കിട്ടിയ വോട്ട് മൊത്തം കൂട്ടി നോക്കിയപ്പോൾ 6 ലക്ഷത്തിൻ്റെ അധികം. ആരോടായി കണക്ക് പറയേണ്ടത്? ഇതിനൊന്നും ഒരു മറുപടി പോലും ഇലക്ഷൻ കമ്മീഷൻ മിണ്ടുന്നില്ല. ഇതുവരെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പ്രതികരിച്ചിട്ടില്ല. ഇങ്ങനെ പ്രതികരിക്കപ്പെടും? ഒരു ബൊമ്മയാക്കി നരേന്ദ്രമോദി ഗവൺമെൻറ് വെച്ചതാണ്. ഡു വാട്ട് ഈസ് ഇറ്റ്, പറയുന്നത് കേൾക്കുക. ഇതാണ് ഇവിടെ നടക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാഹുൽ ഗാന്ധി ഈ ചൂണ്ടിക്കാട്ടിയ ഈ കാര്യങ്ങൾ ഇപ്പോൾ ഉടനീളം നോക്കല്ലോ. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഇന്ത്യ മുന്നണി എവിടെ? മഹാരാഷ്ട്രയിൽ BJPയുടെ പ്രതിരോധം. മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം മത്സരിച്ചിട്ടില്ല. അവിടെ മഹാഗാഡി എന്ന് പറഞ്ഞ വേറൊരു സഖ്യമാണ്. സ്റ്റേറ്റുകളിൽ ഇന്ത്യ മുന്നണി ഇല്ല. മനസ്സിലാക്കണം. ഇന്ത്യ മുന്നണി ദേശീയ തലത്തിൽ യോജിക്കാവുന്നവർ തമ്മിൽ യോജിച്ചു കൊണ്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. 300ഓളം MP-മാരാണ് നാളെ റാലിക്ക് പ്രകടനം ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിൽ നടത്താൻ പോകുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ ഭൂമിയിൽ ഇന്ത്യ എന്നൊരു രാജ്യം മാത്രമല്ല ഉള്ളത്. ലോകത്ത് 100-200ഓളം അംഗീകൃത രാഷ്ട്രങ്ങളുണ്ട്. അവിടങ്ങളിലൊക്കെ മീഡിയ ഉണ്ട്. മനസ്സിലാക്കണം. ഇത് ലോകം മുഴുവൻ വലിയ രീതിയിൽ പ്രചരിച്ച വാർത്തയാണ്. ഇന്ത്യ രാജ്യത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ളൊരു അവസരം, അതാണ് ഏറ്റവും വലുത്. ഈ രാജ്യത്തിൻ്റെ ത്രെഡ് അതാണ്. ഡെമോക്രസിയുടെ ഒരു ത്രെഡ് അതാണ്. ആ ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കാനുള്ള ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് മേലെയാണ് ഈ കൈവെക്കുന്നത്. ഇതിനേക്കാൾ വലിയൊരു പാതവും ഒരു കുറ്റവുമുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കത്. ഇതൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾ കാണുകയാണ് എല്ലാം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അപ്പം ചുരുക്കത്തിൽ ഇത് പിന്നെ BJP ഈ വരുന്നതിൻ്റെ ഈ എന്താ പറയുക പിന്നെ അടിക്കടി അവർ പിന്നെ വരുന്നതിൻ്റെ പിന്നിലുള്ള അതിൻ്റെ രസതന്ത്രം എന്ത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് പോവുകയല്ലേ ചെയ്തത്. പറഞ്ഞിട്ടും അദ്ദേഹത്തെ പലരും പരിഹസിച്ചു. പക്ഷേ അദ്ദേഹം അതിന് മുന്നിൽ കഠിനാധ്വാനം നടത്തി ശാസ്ത്രീയപരമായി വളരെ പെയിൻഫുള്ളായ എൻക്വയറി നടത്തിയിട്ടാണ് ലോകത്തിൻ്റെ മുമ്പിൽ അത് വാർത്താ സമ്മേളനം കാണിച്ചത്. ആ വാർത്താ സമ്മേളനം ഇന്ത്യ രാജ്യത്തിലെ ദേശീയ മാധ്യമങ്ങളിൽ എത്ര പേർ ലൈവായി കൊടുത്തെന്ന് ശ്രുതിക്കറിയോ? ദേശീയ മാധ്യമങ്ങളെല്ലാം ചത്തു കഴിഞ്ഞു, അല്ലെങ്കിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ചില സത്യങ്ങൾ തുറന്നു പറയുന്ന ദ വയർ പോലുള്ള പല ഓൺലൈൻ പോർട്ടുകളും കേസുകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. ഇപ്പം കേരളത്തിൽ തന്നെ ആ രാഹുൽ ഗാന്ധിയുടെ സുപ്രധാനമായ ഈ ഞെട്ടിപ്പിക്കുന്ന ഈ വാർത്താ സമ്മേളനം ലൈവ് കൊടുക്കാതിരുന്ന 2 ചാനലുണ്ട്. അതായത് ഒന്ന് ജനം ചാനലും മറ്റൊന്ന് നമ്മളെ കൈരളിയുമാണ്. നിർഭാഗ്യകരമാണത്. പിന്നെ ഞാനത് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്, സങ്കടം കൊണ്ട് പറയേണ്ടി വന്നതാണ്. ഇന്ത്യ മുന്നണിയിൽ നിൽക്കുകയാണ്. ലോകത്തിൻ്റെ മുമ്പിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വർക്ക് സാഹസികമായി തയ്യാറെടുക്കെ ഒരു കണക്ക് അവതരിപ്പിക്കുമ്പോൾ അത് രാജ്യത്തെ മുഴുവൻ ജനത്തിനെ കാണിപ്പിക്കരുത് എന്ന് ജനം TV-യുടെ നിർബന്ധം നമുക്ക് മനസ്സിലാക്കാം. കൈരളിയിൽ പോലും ഉത്തരവാദിത്തം നിർവഹിച്ചോ ഇല്ലത് വളരെ വിമർശനാത്മകമായി പറയില്ല. പിന്നെ അഡ്വക്കേറ്റ് ലാലിനെ പോലുള്ള വളരെ പിന്നെ മാന്യരായ മതനിരപേക്ഷവാദിയായ നിഷ്പക്ഷമാനായ വ്യക്തിയാണ്. നിങ്ങളെപ്പോലുള്ള ആളുകൾ അത് ഉത്തരവാദപ്പെട്ട ഇടതുപക്ഷ നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. അതും ഞാൻ ഇതിന് കൂടുതൽ പറയുകയാണ്. നമുക്കറിയാലോ മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് എന്തായിരുന്നു, ഒപ്പത്തിന് ഉച്ചയ്ക്ക് 1:30-2 മണി വരെ ഒക്കെ ആയി പോവാണ്. 2:30 മണി കഴിഞ്ഞോടുകൂടി ചിത്രാണ് മാറുന്നു. അതായത് വൈകി കൂട്ടിച്ചേർക്കുന്ന കുറേ വോട്ടുകൾ കൊണ്ട് വരുന്നു, ചിത്രം മാറുന്നു. ഹരിയാന അതാണ്. ഹരിയാന എല്ലാ ഗാലപ്പോളുകളും എല്ലാവരും തന്നെ കോൺഗ്രസിൻ്റെ മുൻതൂക്കം കൃത്യമായി രേഖപ്പെടുത്തിയതാണ്. പക്ഷേ ലാസ്റ്റ് പാദങ്ങൾ എത്തുമ്പോഴേക്കും മാറുന്നു. മഹാരാഷ്ട്ര അതുപോലെ തന്നെ. ഇപ്പം കർണാടകയിൽ ഇപ്പോൾ ഇത്ര വലിയൊരു ഓപ്പറേഷൻ നടക്കാനുള്ള കാരണം എന്താ? കർണാടക അസംബ്ലി മുഴുവൻ കോൺഗ്രസ് തൂത്തുവാരുന്നു. സ്വാഭാവികമായും അവിടെ വമ്പിച്ച വാഗ്ദാനങ്ങളുടെ നിറവേറ്റൽ നിരന്തരമായി നടക്കുന്നു. സ്ത്രീകൾക്കുള്ള പദ്ധതികൾ, കുട്ടികൾക്ക് ബിരുദാനം, അതായത് ജനം മുഴുവൻ സാറ്റിസ്ഫൈഡ് ആണ്. BJP ആകട്ടെ കലഹം കൊണ്ട് പിന്നെ അവിടെ തമ്മിലടിക്കുന്നു. ഈ ഘട്ടത്തിൽ അവിടെ BJP വലിയ സീറ്റുകൾ വാങ്ങിയത് ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴാണ് അതിൻ്റെ സൂത്രം മനസ്സിലാക്കുന്നത്. എത്രയൊക്കെ വോട്ടുകൾ ഏതൊക്കെ രീതിയിലാണ് ചേർത്തത്. ഞാൻ ചോദിക്കട്ടെ ശ്രീതി, ഒറ്റ കാര്യം, ഈ CCTV ദൃശ്യങ്ങൾ 45 ദിവസം കഴിഞ്ഞാൽ നശിപ്പിക്കണമെന്ന് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തിനാണ് ആ തീരുമാനം? 1990-കൾ തൊട്ട് 47 ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നവരെ ഇവിടെ നടന്ന ബ്രിട്ടീഷുകാരുടെ അവരുടെ കൊന്നതും കെട്ടിത്തൂക്കിയതും തടവിലിട്ടുന്ന കോർട്ട് മാർഷൽ രേഖകൾ പോലും ഇന്നും ഇവിടെ എന്താണ് ആർക്കൈവ്സിൽ സംരക്ഷിക്കപ്പെടുകയാണ്. എന്നാൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ 45 ദിവസം കഴിഞ്ഞാൽ നശിപ്പിക്കണമെന്ന് ഉത്തരവിടുന്നത് എന്താണ്? അതിന്റെ പിന്നിലുള്ള മോട്ടീവ് വളരെ കൃത്യമാണ്. പിന്നീട് ആരെങ്കിലും പുതിയ ചട്ടമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പുതിയ ചട്ടമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം എന്താ, നമ്മുടെ കോഴിക്കോട്ടെ മാമി തിരോധന കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയില്ലേ എന്താണ്, 3 മാസം വരെ എൻക്വയറി എന്താണ് ഇല്ലാതെ അതിനെ എന്ത് ചെയ്തു, പിന്നെ ഹോൾഡ് ചെയ്ത് നിർത്തി. 3 മാസം കഴിഞ്ഞ ശേഷം ഇറങ്ങി. 3 മാസം കഴിഞ്ഞാൽ ഒരു CCTV ഫൂട്ടേജും ഒരു ഷോപ്പുകളിലും കാണില്ല. എല്ലാ CCTV-യുടെയും ഫൂട്ടേജിൻ്റെ കാലയളവ് 3 മാസമാണ്. അപൂർവമായിട്ടാണ് 3-ന് മേലെയുള്ളൂ. അപ്പോൾ ഈ താമി പോയ വഴി ഏതാണെന്ന് മനസ്സിലാവും. അപ്പോൾ താമിയെ തട്ടിക്കൊണ്ടുപോയ ആളുകൾക്ക് സർക്കാരിലുള്ള സ്വാധീനം വെച്ചുകൊണ്ട് എന്താക്കി, 3 മാസം അന്വേഷണം വലിച്ചിഴച്ച് എവിടെയും തൊടാതെ ഹോൾഡ് ചെയ്തു. 3 മാസം കഴിഞ്ഞ് പോലീസ് CCTV കേസുകളൊക്കെ വർഷങ്ങളോളം കോടതി നിൽക്കുന്ന കാര്യമായതുകൊണ്ട് ഈ 45 ദിവസത്തിനകം അത് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത് എങ്ങനെ അത്തരം കേസുകൾ അത് സഹായകമാകുമെന്നൊരു ചോദ്യം കൂടിയുണ്ട്. അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇപ്പോൾ ഒരു വെബ്സൈറ്റ് തയ്യാറാക്കി അതിലേക്ക് നിങ്ങൾക്കും ഈ കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ കൈമാറാം, അതുപോലെ ഞങ്ങൾ കൊണ്ടുവന്ന തെളിവുകളുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാം എന്ന ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ പുതിയ നീക്കത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ഇന്ത്യ മുന്നണി ഒരുമിച്ച വലിയ പ്രതിഷേധ പരിപാടികളിലേക്ക് പോകുന്നു. ഈ പ്രതിഷേധങ്ങളുടെ തുടരന്വേഷണങ്ങളുടെ ഒക്കെ സാധ്യത എത്രത്തോളമാണ് അങ്ങ് കാണുന്നത്? ആ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇവിടെ എൻ്റെ പേരെടുത്ത് ഇവിടെ ഒരു പരാമർശം ഉണ്ടായി. അത് കൈരളിയുമായി ബന്ധപ്പെട്ടാണ്.
എനിക്ക് സത്യത്തിൽ അത് കൊടുത്തോ കൊടുത്തില്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല, സത്യത്തിൽ അറിയില്ല. അല്ല, പക്ഷേ കൊടുത്തിട്ടില്ല എന്നൊരു ഗൗരവത്തിൽ തന്നെ വിമർശനമുണ്ട്. ആ വിഷയം അവിടെ ചർച്ച നടന്നിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൊടുത്തിട്ടില്ല എന്നൊരു വിമർശനമുണ്ട്. ബാക്കി എനിക്കറിയില്ല അറിയാൻ വേദ ഞാനതിനൊന്ന് ഒഴിഞ്ഞു പോയെന്ന് വിചാരിക്കും. എനിക്കറിയില്ല അത് കൊടുത്തോ ഇല്ലയോ എന്ന്. പക്ഷേ ഇന്നും അവരുടെ ചർച്ച അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിഷയം ഗൗരവത്തിൽ തന്നെ വാർത്ത ഞാൻ കണ്ടു, ചർച്ച കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്. ഇന്നും അത് ചർച്ച അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനൊക്കെ ഉപരി CPM-ന്റെ അഭിപ്രായം ഇന്ത്യ മുന്നണിയുമായി ചേർന്ന് നിന്ന് മതനിരപേക്ഷ ചേരിയോട് ചേർന്ന് ഈ പറഞ്ഞ വിഷയത്തിൽ വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതിനകത്ത് 1% പോലും മാറ്റം വന്നിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. ഇന്ന് ഞാൻ ഈ ചർച്ചയിൽക്കകത്ത് സാധാരണഗതിയിൽ പല ചർച്ചകൾക്കും പങ്കെടുക്കുമ്പം BJPയുടെ പ്രതിനിധി, പ്രത്യേകിച്ച് ശ്രീപത്മനാഭനെ പോലെ ഗൗരവമുള്ള ഒരാൾ, വളരെ ഗൗരവത്തിൽ പല കാര്യങ്ങളും പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു കണ്ടൻഷൻ കാണും. അദ്ദേഹം ഗൗരവത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കും. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഗൗരവം കുറഞ്ഞുപോയി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഗൗരവം കുറഞ്ഞുപോയി മാത്രമല്ല, അദ്ദേഹം വേറൊരു ടോണിലേക്കാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹത്തിൽ നിന്ന് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ കൂടെ ഞാൻ പറയുന്നു, അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ടോണായിരുന്നു അത്. ഞാനും ചർച്ചകൾ പങ്കെടുക്കുമ്പം സാധാരണഗതിയിൽ ഗൗരവത്തിൽ സംസാരിക്കും, ദേഷ്യത്തിൽ സംസാരിക്കും, ഒക്കെ സംസാരിക്കും. ഇപ്പം സ്മൃതിയുമായിട്ട് പോലും ഞാൻ എത്രയോ പ്രാവശ്യം വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അത് ആ വിഷയവുമായി ബന്ധപ്പെട്ട വാശിയാണ്. അദ്ദേഹം ഇന്ന് ദേഷ്യപ്പെട്ടാലും സംസാരിച്ചിരുന്നെങ്കിൽ അത്രയും വിഷമം വരില്ല. കാര്യം അദ്ദേഹം അതിൻ്റെ മൊത്തത്തിൽ അതിൻ്റെ ഗൗരവം എടുത്തു കളയാനായിട്ട് അദ്ദേഹം അനുവർത്തിച്ച ആ ഒരു ടോൺ അൺഅക്സെപ്റ്റബിൾ ടോണാണ്. ഞാൻ പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. പക്ഷെ അത് പറയണമെന്ന് എനിക്ക് തോന്നി. അദ്ദേഹത്തെ പോലെ ഗൗരവമുള്ള ഒരാൾ അതിന്റെ ഗൗരവം എടുത്ത് കളയരുത്. ശ്രീ പത്മനാഭനോട് പറയുന്നതിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ശ്രീ ലാൽകുമാർ, അദ്ദേഹം ഈ പറഞ്ഞല്ലോ, ഈ 7 പരാജയങ്ങൾ, അവിടെ എത്ര മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ജയിച്ചു, എത്രയിടത്ത് BJP ജയിച്ചു എന്ന് പോലും അറിയാതെ ആണ് അത് പറയാൻ നിന്നത് രാഹുൽ ഗാന്ധി എന്ന്. രാഹുൽ ഗാന്ധി അങ്ങനെയല്ല പറഞ്ഞത്. രാഹുൽ ഗാന്ധി പറഞ്ഞത് അപ്രതീക്ഷിതമായി 7 പരാജയങ്ങളിൽ ഒന്നിൽ അന്വേഷണം നടത്തി. അതായത് ബാംഗ്ലൂർ സെൻട്രൽ കേന്ദ്രീകരിച്ച് ആണ് എല്ലാം എന്നല്ല പറഞ്ഞത്. അപ്രതീക്ഷിതമായി 7 പരാജയങ്ങൾ ഒന്ന് തെരഞ്ഞെടുക്കുന്നു, അതിൽ പരിശോധന നടത്തുന്നു. അതാണ് ഈ ബാംഗ്ലൂർ സെൻട്രൽ. ഈ 4-4 എന്ന കണക്കൊക്കെ ശരി തന്നെ, അതിലേക്കല്ല അദ്ദേഹം പോയത്. പറഞ്ഞോളൂ ലാൽകുമാർ. നോക്കൂ, നമ്മുടെ പ്രൈമറി ഫോക്കസ് എന്താണ്? നമ്മുടെ ഒരു ഡിബേറ്റ് വരുമ്പം നമ്മുടെ ലാർജർ സ്പിയറിൽ ഒരാൾ പറഞ്ഞ നമ്പറിൽ ടെക്നിക്കലി അദ്ദേഹം പറഞ്ഞ ഒരു നമ്പർ തെറ്റാന്നിരിക്കട്ടെ, ആ നമ്പറിൽ പിടിച്ചാണോ നമ്മൾ ഡിബേറ്റ് ചെയ്യണ്ടേ? അത് നമുക്ക് ഒരു ടെക്നിക്കൽ ആർഗ്യുമെന്റ് നമ്മൾ എടുത്ത് നമ്മൾ പരാജയപ്പെടാനുള്ള ഒരു ആർഗ്യുമെന്റാണ്. അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ, ലാർജർ സ്പിയറിൽ അദ്ദേഹം കൊണ്ടുവന്ന ഇൻറ്റൻഷൻ എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പം ID കാർഡുമായി ബന്ധപ്പെട്ട കാര്യമുണ്ടല്ലോ. ഇലക്ഷൻ കമ്മീഷൻ ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നു. എന്നാൽ ഇലക്ഷൻ കമ്മീഷനകത്ത് ഈ അച്ഛൻ്റെ പേരിനകത്ത് XYJK എന്ന് എഴുതിയതിനകത്ത് ഇലക്ഷൻ കമ്മീഷൻ ഒരു പ്രശ്നമില്ലേ? സ്ഥലപ്പേരിൻ്റെ അകത്ത് XYJK എന്ന് പറയുന്ന അത് അവർക്കൊരു പ്രശ്നമല്ലല്ലോ. അതിനകത്തും ഈ ലേഡിയുടെ, പർട്ടിക്കുലർ ലേഡിയുടെ, അപ്പം ഒരു റാണിയാണ്, ആ ലേഡിയുടെ അവരോട് ചോദിച്ച ശേഷം അവർ പറയാണ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഈ നോട്ടീസ് എഴുതി വിടുന്ന ഒരാൾക്ക് ഒരല്പം ശകുന്ത്രാണിയോട് ചോദിച്ച് ശകുന്ത്രാണി വോട്ട് ചെയ്തിട്ടില്ല എന്ന് നമ്മളോട് പറയാൻ ഇലക്ഷൻ കമ്മീഷൻ ഒരു അല്പം നാണം വേണ്ടേ? നോക്കൂ, ഒരു ഇംപാർഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ, ഒരു എൻക്വയറി ഇതിൽ നടത്തുകയാണെങ്കിൽ അവർ ശകുന്ത്രാണിയോട് ചോദിച്ചിട്ടാണോ ഇത് എഴുതുന്നത്? അങ്ങനെയാണോ പറയുന്നത്? ഞാൻ എൻ്റെ കുത്തിക്കൊന്നവനോട് ചോദിച്ചു അവൻ ചെയ്തിട്ടുണ്ടോ എന്ന്, അവൻ ഇല്ല എന്ന് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഞാൻ ഇന്നതാ പറയുന്നത്. ഒരു നിമിഷം ലാൽകുമാർ കേട്ടല്ലോ. ഈ വെബ്സൈറ്റ് തുടങ്ങി 6 മണിക്കൂറിൽ 5 ലക്ഷം കോൾസ് വന്നു. ഒരു ചെറിയ പരിപാടിയല്ല തുടങ്ങിയിരിക്കുന്നത്. നിശ്ചയമായും അത് തന്നെ ഞാൻ പറഞ്ഞു. നോക്കൂ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഇംപാർഷ്യലായിട്ട് ബിഹേവ് ചെയ്യണമെന്ന് അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ, അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണല്ലോ. അതിൻ്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ 2 ദിവസങ്ങളായിട്ട് വരുന്ന റെസ്പോൺസ് എത്ര റെക്ലെസ് ആയിട്ടുള്ളൊരു റെസ്പോൺസാണ് വരുന്നത്. BJPയുടെ ഒരു ഘടകകക്ഷി, ഒരു അലായി പ്രതികരിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ മാറി എന്നുള്ളതാണ്. നോക്കൂ, ഈ എൻറ്റയർ എപ്പിസോഡിൽ അസ്യൂം ദർ ആർ സം ഗ്ലിച്ചസ്, അങ്ങനെ കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്നിരിക്കട്ടെ. അത് പരിശോധിക്കാമെന്ന് പറയുന്നതിന് പകരം അവരാദ്യം തന്നെ ഒരു കാർപ്പറ്റ് ബോംബിംഗ് നടത്തുകയാണ്. പരിശോധിച്ച് ഇത് ശരിയെന്ന്, അതായത് രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയെന്ന് കണ്ടെത്തുകയാണെങ്കിൽ 1-2 കണക്കല്ലല്ലോ, 1 ലക്ഷത്തിൽ പരം കള്ള വോട്ട് മോഷണം നടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ വേണ്ടി വരിക? വീണ്ടും അവിടെ തെരഞ്ഞെടുപ്പ് വേണ്ടി വരിക. അത് സാധ്യമാകുമോ? അതിലേക്ക് പോകുമോ? അതൊരിടത്തായിരിക്കുമോ? അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. അതാണ് പ്രശ്നം. അല്ല, ഇതിനകത്തെ പ്രശ്നം നോക്കൂ, അത് ഇലക്ഷൻ പെറ്റീഷൻ അങ്ങനെ പോകും. ഞാൻ പറഞ്ഞത് നോക്കൂ,
ഈ പറഞ്ഞ കഴിഞ്ഞ കാര്യം രാഹുൽ ഗാന്ധി എന്തിനാണ് ഇത് ചെയ്തിരിക്കുന്നത്? രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്ന ഒരു കറക്റ്റീവ് മെക്കാനിസമാണ്, ഒരു പ്രിവെൻറ്റീവ് മെക്കാനിസമാണ്. ആ മെക്കാനിസത്തിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ആ മെക്കാനിസത്തിൻ്റെ ഗുണം ഒരു കാരണവശാലും ഈ പറയുന്ന ലിസ്റ്റിൽ പെടാത്ത ആൾക്കാർ അല്ലെങ്കിൽ അർഹതയില്ലാത്തവരോ നോട്ട് ചെയ്യാൻ പാടില്ല. അത് ഏത് പാർട്ടിയാണെങ്കിലും. ഇപ്പം BJP മുന്നോട്ട് വെക്കുന്ന വാദം എന്താ? ഇത് കുറേ പേര് കഴിഞ്ഞ ദിവസവും പറഞ്ഞത് കോൺഗ്രസ്സുകാർ ചേർത്തു. അദ്ദേഹം പറയുന്നത് വഴി, രാഹുൽ ഗാന്ധി പറയുന്നത് വഴി അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സുകാർ വോട്ട് വേണ്ട എന്നല്ലേ പറയുന്നത്? കോൺഗ്രസ്സുകാരെ അതിനകത്ത് ഒഴിവാക്കണം എന്നല്ലേ പറയുന്നത്? അത് ഒഴിവാക്കണം എന്ന് പറയുന്നതിനെ നിഷ്പക്ഷമായി എന്തുകൊണ്ട് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷന് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾക്ക് ഫേവറബിൾ ആയിട്ടൊരു ഒപ്പീനിയൻ പറയേണ്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അവർ സത്യത്തിൽ ഒരു സസ്പീഷൻ ക്രിയേറ്റ് ചെയ്ത് ഒരു ലീഡർ ഓഫ് ഓപ്പോസിഷൻ, അത് ലീഡർ ഓഫ് ഓപ്പോസിഷനോ അല്ലാതെ ആര് തന്നെ ആകട്ടെ, അവർ ഉയർത്തിയ ഒരു വാദത്തെ റദ്ദ് ചെയ്ത് കളയാൻ ഇത്രത്തോളം വെപ്രാളം കാണിക്കുന്നു. ഈ പറയുന്ന ശകുന്തള റാണി എന്ന് പറയുന്ന ശകുന്ത് റാണി അവരോട് ചോദിച്ചു എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ രാഹുൽ ഗാന്ധി ഇതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ സ്പീച്ച് കേട്ടതാണ്, ആ പ്രസന്റേഷൻ കേട്ടതാണ്. അതിനകത്ത് പറയുന്നുണ്ട് ഇവർ തന്നെ വോട്ട് ചെയ്യുന്നുണ്ടോ, ഇവർ തന്നെയാണോ വോട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് ഉറപ്പില്ല. അത് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ ശകുന്തള റാണിയോട് ചോദിച്ചാൽ എങ്ങനെയാണ് ഉത്തരം കിട്ടുക? അല്ല, ശകുന്തള റാണി തന്നെയാണ് ചെയ്തിരിക്കട്ടെ. ശകുന്തള റാണി പറയൂ, ഞാൻ 2 പ്രാവശ്യം കേസ് പറയുന്നു കേട്ടോ. BLO പറഞ്ഞു 2 തവണ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബൂത്തിലിരിക്കുന്ന ആൾക്കാർക്ക് കൃത്യം അതെ 2 തവണ ചെയ്തു എന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറയുമ്പം അതിനെ ഗൗരവത്തിലെടുക്കുന്നതിന് പകരം ഈ പറയുന്ന ആൾ അങ്ങോട്ട് കൊണ്ട് തെളിവ് കൊടുക്ക്. ഇപ്പോൾ ആ ഭാഗം വിടുന്നേ. ഈ അച്ഛൻ്റെ പേരും അമ്മയുടെ പേരും താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഒക്കെ പേര് HJK എന്നുള്ളതിനെ കുറിച്ച് ഇലക്ഷൻ കമ്മീഷന്റെ വിശദീകരണം എന്താ? അതിനുള്ള വിശദീകരണം അവർ ആദ്യം പറയട്ടെ. അടുത്തൊരു കാര്യം, രസകരമായി എനിക്ക് തോന്നുന്നൊരു കാര്യം, CCTV ഫൂട്ടേജുകൾ പോകുന്നു. പറയത്തില്ലല്ലോ. അതങ്ങനെ പറയുന്നേ? ഏതെങ്കിലും ഒരു അച്ഛന് HJK എന്ന് പേര് വരുമോ? ഇല്ലല്ലോ. അപ്പൊ അതിന്റെ പേര് പറയാൻ അവർക്ക് പറ്റത്തില്ല. അപ്പൊ അവിടെ തന്നെ അതിനകത്ത് കുഴപ്പമുണ്ട്. എൻ്റെ ഇലക്ഷൻ ID പേരിൽ അച്ഛൻ്റെ പേര് WNOPQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഒക്കുക? അതിപ്പോ ഒരു അന്തസ്സുകേടുണ്ടോ? കാര്യം എനിക്കൊരു അച്ഛൻ ഇല്ലേ? ഉണ്ട്. ആ പേര് അവിടെ വരിക എന്നുള്ളത് എൻ്റെ അഭിമാനത്തിൻ്റെ ഭാഗമല്ലേ? അടുത്തത് CCTV ഫുട്ടേജുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ലേ? നിങ്ങൾക്ക് നായനാർ മരിക്കുന്ന കാലത്തെ വിഷ്വല്, അതിന് മുമ്പത്തെ വിഷ്വല്, ഇതെല്ലാം നിങ്ങളുടെ ആർക്കൈവ്സിലുണ്ടാവും അല്ലേ? ഒരു ഡിജിറ്റൽ വിഷ്വൽ സ്റ്റോർ ചെയ്യാൻ എത്ര സ്പേസ് വേണം ഈ നാട്ടിൽ? നിങ്ങൾ ഈ പറഞ്ഞ മാധ്യമപ്രവർത്തകർക്ക് അറിയാവുന്നതുപോലെ വേറെ ആർക്കും അറിയാൻ ഇതില്ല. ഒരു ഡിജിറ്റൽ ഇമേജ് അല്ലെങ്കിൽ ഡിജിറ്റൽ വീഡിയോ അത് സ്റ്റോർ ചെയ്യാൻ എത്ര സ്പേസ് വേണം, എത്ര എഫേർട്ട് എടുക്കും അതിന്? അത് നശിപ്പിച്ചു. അവിടെ തന്നെ ദുരുദ്ദേശം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അവിടെ തന്നെ അതിന് ദുരുദ്ദേശമുണ്ട്. അത് എന്തിനാണ് നശിപ്പിക്കുന്നത്? അത് വെക്കാനായിട്ട് എത്ര സ്പേസ് വേണമെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ഇത് ഓരോ കാര്യം എടുത്താലും ഇത് സസ്പീഷൻ ഉണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇതേ വാദം ഞാൻ വീണ്ടും പറയുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിലൊരിക്കൽ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ ആൾക്കാർക്കൊരു ഭയമാണ്. സാധാരണ ഒരുപാട് പേര് ഇത് ബാലറ്റിലേക്ക് വേണമെന്ന് പറഞ്ഞ് നമ്മുടെ ഈ ചർച്ചയുടെ താഴേക്ക് വരുന്ന കമൻറ്റുകളുണ്ട്. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി. ഇത് എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ആയാലും ഇന്ത്യ ബ്ലോക്ക് ആയാലും ഇത് തെരഞ്ഞു പിടിച്ച് മുന്നോട്ട് വന്നതിൽ ഒരു ലേറ്റായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് നേരത്തെ തന്നെ കൊണ്ടുവരേണ്ട വിഷയം. ഈ ചർച്ചയെക്കുറിച്ച് നേരത്തെ തന്നെ പുറകോട്ട് പോയി ചിന്തിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അതല്ലാതെ ഒരു കാരണവശാലും ഇപ്പൊ BJPക്ക് ഒരു തർക്കമില്ലല്ലോ ഈ വിഷയത്തിൽ. BJPക്ക് ഈ പറയുന്ന ശകുന്ത ദേവിയുടെ 2 വോട്ട് ചെയ്തത് കോൺഗ്രസിനാണ് വോട്ട് ചെയ്യുന്നതെന്നുള്ളത് അവർക്ക് പ്രശ്നമില്ല. അപ്പൊ അവിടെയാണ് ഈ വിഷയം ഗൗരവമായി വരുന്നത്. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പം കള്ളവോട്ട്, ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, കള്ളവോട്ട് ഒരു പാർട്ടി ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയമല്ല ഇത്. ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ബാക്ക് ഫൂട്ടിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെ ഇലക്ഷൻ നടത്തി മുന്നോട്ട് പോകാൻ പറയുന്നത് ശരിയല്ല. അത് ജനാധിപത്യത്തിൽ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ അത് റദ്ദ് ചെയ്ത് കളയുന്നൊരു കാര്യമുണ്ട്. അത് ബേസിക് സ്ട്രക്ചറാണെന്ന് സുപ്രീം കോടതി ടൈം ആൻഡ് അഗെയിൻ ദേ ഹാവ് റിപ്പീറ്റഡ് ഇറ്റ്. അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, അങ്ങ് നേരത്തെ പറഞ്ഞു കർണാടകയിലെ കോൺഗ്രസ് ഇപ്പോൾ താഴ്ത്തി നടക്കുകയാണ്, രാഹുൽ പറഞ്ഞ അബദ്ധം കേട്ടിട്ട് എന്ന്. പക്ഷെ അങ്ങനെയല്ല. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് അന്വേഷിക്കാൻ കർണാടക സർക്കാർ നിയമവകുപ്പിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന കാര്യമുണ്ട്. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അവിടെ പോയി കണ്ടിരിക്കുന്നു DK ശിവകുമാർ എന്ന കാര്യം ഇപ്പോൾ KC പറയുന്നു. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, ഇപ്പോൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് തുടങ്ങിയ ശേഷം 5 ലക്ഷം കോളുകൾ 6 മണിക്കൂറിൽ വന്നിരിക്കുന്നു. എത്രത്തോളം ക്രമക്കേട് രാജ്യത്തുടനീളം നടന്നു എന്നതിൻ്റെ തെളിവല്ലേ അത്? അതിന് BJPക്ക് കുറച്ചുകൂടി വ്യക്തമായി ശക്തമായൊരു പ്രതികരണം നൽകേണ്ടതല്ലേ? കളിയാക്കി പോകാൻ ആർക്കും പറ്റുമല്ലോ. അല്ല, അങ്ങോട്ട് കോൺഗ്രസും ചോദ്യങ്ങൾ ചോദിക്കുന്ന ഇലക്ഷൻ കമ്മീഷനോടല്ലേന്ന് അവർ മറുപടി പറയട്ടെ എന്ന്.
എന്തിനാ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞതിൽ നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞതിൽ നിങ്ങൾക്കൊന്നും പറയാനില്ലേ? അയാൾ എന്തോ പറയുന്നതാണ്, അത് അവരെ രാഷ്ട്രീയ ആരോപണമാണ്, അതൊക്കെ സ്വാഭാവികമാണ്. രാഷ്ട്രീയ ആരോപണമാണോ ഈ ഇരട്ടിപ്പ്? ഇപ്പോൾ നമ്മൾ കണ്ട ഇരട്ടിപ്പുകൾ എങ്ങനെയാണ്? അഡ്രസ്സിൽ അച്ഛന്റെ പേരും സ്ഥലത്തിന്റെ പേരും, ഒരാള് പല സ്ഥലങ്ങളിൽ പോയി വോട്ട് ചെയ്തതും. ഞാനൊന്ന് പറയട്ടെ, അല്ല നിങ്ങൾ മാത്രം സംസാരിക്കുകയാണെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കുക, അത് ശരിയാവില്ല കേട്ടോ. ആ അഭ്യാസം നല്ലതല്ല. അങ്ങോട്ട് ഞങ്ങൾക്കെതിരെ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ 6 സ്ഥലത്ത് 4-4 ഞാൻ പറഞ്ഞു. അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി ആരോപണം ഉന്നയിച്ചത്, അത് അങ്ങോട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി തീരുമാനിച്ചോട്ടെ, അതിൽ ഞങ്ങളെ വലിച്ചഴക്കേണ്ട. പിന്നെ ഞങ്ങളെ ചട്ടുകമാണ് ഇലക്ഷൻ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ കേസ് കൊടുക്കണം, സുപ്രീം കോടതിയെ സമീപിക്കണം. കപിൽ സിബളില്ലേ, വലിയ വക്കീലില്ലേ, ചെല്ലു, നാളെ തന്നെ ഫയൽ ചെയ്യൂ കേസ്. ഞങ്ങൾ തുടക്കം മുതലേ പറയുന്നതല്ലേ, നിങ്ങൾ കേസ് കൊടുക്കുന്നു. എത്ര ദിവസമായി പറയുന്നു കേസ് കൊടുക്ക്, ഗോ ടു ദി കോർട്ട്, ഓണറബിൾ സുപ്രീം കോർട്ട്. ആത്മവിശ്വാസമൊന്നല്ല ഇത്. എന്താ അറിയോ, ഈ കോൺഗ്രസ് പാർട്ടി താഴെത്തട്ടിൽ പണിയെടുക്കുന്നില്ല. അവരുടെ ബൂത്ത് ഏജന്റുമാരൊക്കെ കിടന്നുറങ്ങുകയാണ്. ഈ പാവം കേരളത്തിൽ, എൻ്റെ നാട്ടിലൊക്കെ ലീഗുകാരെ കഷ്ടപ്പെടുന്നത്, കോൺഗ്രസ്സുകാരൊന്നും അല്ല. അവരൊക്കെ വീട്ടിൽ കിടന്നുറങ്ങുകയാണ്, ഒരു പണി എടുക്കുന്നില്ല. ഇലക്ഷൻ കഴിഞ്ഞിട്ട് തോറ്റു പോയിട്ട് അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പണിയെടുക്കുന്നുണ്ട്, ലീഗുകാർ പണിയെടുക്കുന്നുണ്ട്. പണിയാണ് കോൺഗ്രസ്സുകാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാ പണി. ടൈയിങ് ദി ബുള്ളറ്റ്സ് ബിഹൈൻഡ് ദി കാർട്ട് അല്ലേ? എന്ത് കാര്യം, തെരഞ്ഞെടുപ്പിന് മുമ്പേ ചെയ്യണ ജോലികളൊക്കെ, ശരി, വോട്ടർ പട്ടിക പരിശോധന, വെട്ടിമാറ്റൽ, കൂട്ടിച്ചേർക്കൽ, ഹിയറിങ്, ഇതൊക്കെ ലീഗുകാർക്ക് അറിയാം. ഷാഫി ചാലിയത്തിന് നന്നായിട്ട് അറിയാം. ഈ കോൺഗ്രസ്സുകാരൊന്നും ചെയ്യുന്നില്ല എന്ന്. അത് വീട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ് അതുകൾ. എന്നിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് തോറ്റുപോയി. എന്ത് തോറ്റുപോയി? പണിയെടുത്തില്ലേ തോറ്റുപോകും. ശരി, ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, പണിയെടുക്കാത്ത കോൺഗ്രസ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം ഒരു തരത്തിലുണ്ട്. അതിൽ ഒരു തിരിച്ചറിവും അതിൻ്റെ ഭാഗമായിട്ട് തീരെ തകർന്നു കിടക്കുന്ന സംസ്ഥാനങ്ങളിൽ പാർട്ടി പുനഃസംഘടന കൃത്യമായി നടപ്പാക്കിയത് ഗുജറാത്തിൽ നിന്ന് തുടങ്ങി ഇതിപ്പോൾ കേരളത്തിലേക്ക് എത്തി നിൽക്കുന്നു. അങ്ങനെ പണിയെടുക്കുന്ന വർഷമായിട്ടാണ് ഈ വർഷം കോൺഗ്രസ് കണ്ടെത്തിയിരിക്കുന്നത്. ബീഹാർ ഒരൊറ്റ തെരഞ്ഞെടുപ്പേ ഉള്ളൂ. അതുകൊണ്ട് ഈ വർഷം പാർട്ടിയെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുക, അതിലായിരുന്നു ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്രത്തോളം അതിൽ ഫലവത്തായി വിജയിച്ചു എന്നൊന്നും അറിയില്ല. അതിനിടയ്ക്കാണ് ഇങ്ങനെ ഒരു വലിയ ദൗത്യം കൂടി 6 മാസം എടുത്ത് ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ അതിനെ BJP എങ്ങനെ കാണുന്നു എന്നുള്ളത് ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം കണ്ടല്ലോ. പോയി കോടതിയിൽ കേസ് കൊടുക്കൂ എന്ന് പറയുന്നതിൽ ഒരു ആത്മവിശ്വാസം, കോടതിയിൽ നിന്ന് മുമ്പ് അതിന് തൊട്ട് മുമ്പത്തെ ദിവസം ഇന്ത്യക്കാരനെങ്കിൽ ഇങ്ങനെ പറയുമോ എന്നൊരു പരാമർശമൊക്കെ വന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടല്ലോ. അല്ല സ്മൃതി, ഇത്തരത്തിലുള്ള പരിഹാസത്തിന് നമ്മൾ മറുപടി പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇത് പരിഹസിക്കപ്പെടേണ്ട ഒന്നാണോ, പോയി കേസ് കൊടുക്കുക എന്ന് പറയേണ്ട ഒന്നാണോ എന്നൊക്കെ ഉള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അതായത് സത്യപ്രതിജ്ഞയും കൂടെ എഴുതി ഒരു രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ചൊരു അപേക്ഷയും കൊണ്ട് വരുന്നതാണല്ലോ പറഞ്ഞത്. ഇന്ന് അതൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ നടന്നല്ലോ, ചോദിച്ചല്ലോ. എന്തുകൊണ്ടാണത്? ഒരു കാര്യം സ്മൃതി മനസ്സിലാക്കേണ്ടത്, രാഹുൽ ഗാന്ധി എന്തോ ഉദ്ദേശിച്ച് തന്നെയാണ്. എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ, എനിക്കതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. രാഹുൽ ഗാന്ധി പണിയെടുക്കാൻ തീരുമാനിച്ചു തന്നെയാണ് വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് എടുത്തില്ലയോ എന്നൊക്കെ അവിടെ നിൽക്കട്ടെ. അദ്ദേഹം അതുകൊണ്ടാണ് ഓരോ ദിവസവും ഓരോ വീഡിയോ ഇറക്കുന്നു, അതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. അതുപോലെ ഇന്നിപ്പോൾ വെബ്സൈറ്റ് ആരംഭിച്ചിരിക്കുന്നു. ആർക്കും ആ വെബ്സൈറ്റിലൂടെ ഈ വിഷയം കൈകാര്യം ചെയ്യാം, അതിനെ അഡ്രസ്സ് ചെയ്യാം. ചെറിയ കാര്യമാണോ? ഇപ്പം ഇവിടെ തന്നെ ഇന്നിപ്പോൾ എന്താ സംഭവിച്ചത്? ഇന്ന് സംഭവിച്ചത് ഈ ശകുൻ റാണി എന്ന് പറയുന്ന ആ സ്ത്രീയുടെ വോട്ട്, അതെന്താ രാഹുൽ ഗാന്ധി പറഞ്ഞത്? അപ്പം ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അവർ 2 തവണ വോട്ട് ചെയ്തു എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ്റെ രേഖയല്ല. അതിന് വ്യാഖ്യാനം വേണോ, അതിന് വിശദീകരണം വേണോ എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്. ആണെന്ന് ആര് പറഞ്ഞു? രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞത്? അവർക്ക് 2 വോട്ടുണ്ട്, അത് നമ്പർ പറയുന്നു, ഏത് ബൂത്തിലാണെന്ന് പറയുന്നു, അതിന് ചിത്രമുണ്ട്. എന്നിട്ട് രണ്ടാമത്തെ 2 വോട്ടും ചെയ്തിരിക്കുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞത് അത് അവരാണോ ചെയ്തതെന്ന് എനിക്ക് ഉറപ്പില്ലെന്നാ. എന്നിട്ടിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ആളുകൾ ശകുൻ റാണിയോട് ചോദിക്കുന്നു നിങ്ങൾ വോട്ട് ചെയ്തോ എന്ന്. അവരെന്തോ പറഞ്ഞു. അത് വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഈ ആരോപണം ഉന്നയിച്ച് ഇത്ര വളരെ വിപുലമായ ആരോപണം कमीशन नोटिसिल इस ID कार्ड पर 2 बार वोट लगाई, वो जो टिक है പോളിംഗ് ബൂത്ത് के ഓഫീസർ के है, ഓഫീസറുടെ തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതല്ല എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം. പോളിംഗ് ഓഫീസറുടെ ടിക്കല്ല അത്രേ. ഓക്കെ, അപ്പൊ ഇത്രയും
എനിക്ക് അത്ര ആ ഹിന്ദി എനിക്ക് അങ്ങോട്ട് കൃത്യമായിട്ട് മനസ്സിലായില്ല. പക്ഷെ എന്താണെങ്കിലും ഇപ്പോൾ ഈ ഒരു ചെറിയൊരു കാര്യവുമായിട്ട് വന്നിരിക്കുന്നു. ഇപ്പോൾ ഈ പിന്നെ ബാംഗ്ലൂർ സെൻട്രൽ 4-4-7-1 ആരും പറഞ്ഞില്ലല്ലോ. അവിടെ എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്? ഞാൻ ചോദിച്ചോട്ടെ, ഇതുപോലെ ഒരു കേസ് സ്റ്റഡി ആയിട്ട് ഒരു മണ്ഡലം എടുക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞവരുള്ള മണ്ടത്തരങ്ങളെ രാഹുൽ ഗാന്ധി വിളിച്ചു പറയോ? നിങ്ങളുടെ അദ്ദേഹത്തെ പപ്പു ഒപ്പത്തൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇപ്പം പപ്പു ഒന്നും അല്ല. നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹം നിങ്ങളെ പപ്പു എന്ന് വിളിച്ച് നിങ്ങൾ അദ്ദേഹത്തെ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചെങ്കിൽ ആ ചവിട്ടി താഴ്ത്താനുള്ള ശ്രമങ്ങളൊന്നും നടന്നിട്ടില്ല. അയാൾ പപ്പു ഒന്നുമല്ല. അയാൾ കൃത്യമായ കാര്യങ്ങളുമായിട്ട് വന്നിരിക്കുക. അയാൾ എന്താ പറഞ്ഞത്? അല്ലെ രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? 8-7 മണ്ഡലങ്ങളിൽ 82,000 വോട്ടിന്റെ ഭൂരിപക്ഷം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കുണ്ട്. മനസ്സിലായോ? 7 മണ്ഡലങ്ങളിൽ 82,000 വോട്ടിന്റെ മുൻതൂക്കം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചപ്പോൾ മഹാദേവ്പുരയിൽ BJP കിട്ടിയ 1.14 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം കൊണ്ട് അത് ഓഫ്സെറ്റ് ആയി പോയെന്നാണ് പറഞ്ഞത്. BJP ജയിച്ചെന്നാണ് പറഞ്ഞത്. എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ ഇതൊക്കെ? അപ്പോൾ ഈ പരിഹാസം എന്ന് പറയുന്നത് എപ്പോഴും പരിഹാസമാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പപ്പുവായിരുന്നു. എന്തൊരു സിന്ദൂറിൻ്റെ ചർച്ച നടക്കും പോലും രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട വളരെ വലിയ തോതിൽ ബാധിക്കുന്ന ചർച്ച നടന്നപ്പോഴും BJPയുടെ രാജ്നാഥ് സിംഗ്, അതിനുശേഷം വന്ന അമിത്ഷാ, വോട്ട് അവസാനം ചർച്ച പിന്നെ അവസാനിപ്പിച്ച പ്രധാനമന്ത്രി നെഹ്റുവിനെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്ദിരാഗാന്ധിയെ പരിഹസിക്കുന്നു, കോൺഗ്രസിനെ പരിഹസിക്കുന്നു. ഇതാണല്ലോ രീതി. പരിഹസിച്ച് ആളുകളെ തോൽപ്പിക്കാമെന്നൊക്കെയാണ് ഇവർ കരുതി വെച്ചിരിക്കുന്നത്. ആ ചിന്ത അവിടെ നിൽക്കട്ടെ. കോൺഗ്രസ് അവരുടെ പണി ചെയ്യും. ആഫ്റ്റർ ഇലക്ഷൻ, ബിഫോർ ഇലക്ഷൻ അത് അവരുടെ നടത്തട്ടെ. ഇപ്പൊ ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞു ബംഗാളില് പിന്നെ മമതാ ബാനർജി ഇവരെ കൂട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഇവിടെ പിന്നെ സ്മൃതിക്കറിയാവല്ലോ, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് ബീഹാറിൽ. അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാമെന്ന് സ്ഥലമായോണ്ടാ ഞാൻ മനസ്സിലാക്കിയതും വാർത്ത വായിച്ചതും 52 ലക്ഷം വോട്ടർമാർ ഇതിനകം മാറ്റിക്കഴിഞ്ഞു. അതാരാ ഈ 52 ലക്ഷം വോട്ടർമാർ? BJPക്ക് കിട്ടില്ല എന്ന് ഉറപ്പുള്ള 52 ലക്ഷം വോട്ടർമാരെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ബംഗാളിലെ കഥ എന്താ? സുബേന്ദു അധികാരി, അവിടുത്തെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പശ്ചിമ ബംഗാളിൽ റോഹിംഗ്യൻ മുസ്ലിംസും ബംഗ്ലാദേശിൽ നിന്ന് വന്നവരും ഉൾപ്പെടെ 1 കോടി വ്യാജ ആളുകളെ വ്യക്തികളെ പൗരന്മാരവിടെ താമസിക്കുന്നു. അവരാരെങ്കിലും ഈ പത്രികയിൽ അല്ലെ വോട്ടർ പട്ടികയിൽ വന്നാൽ ഞങ്ങൾ സമ്മതിക്കില്ലെന്നാ. അവരുടെ ഉദ്ദേശം എന്താ? ഈ കാരണം പറഞ്ഞ് അവിടെ പരമ്പരാഗതമായിട്ട് പിന്നെ തൃണമൂൽ കോൺഗ്രസ് കിട്ടുന്ന മുസ്ലിം വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് എടുത്തു കളയാനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങളെന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? ഈ പിന്നെ പൗരത്വ ഭേദഗതി നിയമമൊക്കെ വെറുതെ കൊണ്ടുവന്നതാ? അതെ. അപ്പോൾ അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണി എന്ന രൂപത്തിൽ തന്നെ ഐക്യപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഷാഫി ചാലിയം, നിങ്ങൾക്കിപ്പോൾ കോടതിയെ സമീപിച്ചുകൂടെ എന്നതാണ് ഇപ്പോൾ BJPയുടെ ചോദ്യം. അത് ചോദിക്കൂ. അതാണ് പറയുക. അതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം മഹാരാഷ്ട്രയിലെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിച്ചത് മഹാരാഷ്ട്രയിലെ BJPയുടെ വക്താവിനാണ്. അപ്പം വേഗം കോടതി പോകാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? കോടതിയുടെ ഒക്കെ തലപ്പത്ത് ഏറ്റവും ചുരുങ്ങിയ വക്താവ് സ്ഥാനത്ത് നിന്നൊന്നും രാജിവെച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് തിരക്കില്ല. അതുപോലും ഇല്ല. അതാണ് പോ കോടതിയിൽ എന്ന് പറയുന്നത്. മുമ്പ് അദ്ദേഹം ഈ അനന്തപത്മനാഭനും ഞാനും തമ്മിൽ ഇരുന്നിരുന്നു ഒരു ചർച്ചയ്ക്ക്. അത് ചിരിച്ചിട്ട് വയ്യാത്തൊരു ചർച്ചയാണ്. അതായത് അവിടെ ഒരു കോടതിയുടെ വിധി, ഒരു പശുക്കടത്ത് ആരോപിച്ചുകൊണ്ട് ഒരു 19 വയസ്സുള്ള ഒരു പയ്യന് 5 ലക്ഷം രൂപ പിഴയും 10 കൊല്ലം തടവും വിധിച്ചു. എന്നിട്ട് ആ വിധിപ്പകർപ്പ് ഞാൻ വായിച്ചു. ആ വിധിപ്പകർപ്പ് 48 പേജുള്ള വിധിപ്പകർപ്പിൽ പ്രധാനമായിട്ടും ജഡ്ജി സൂചിപ്പിച്ച സാധനം ചാണകത്തിൻ്റെ പോഷക മൂല്യം, മൂത്രത്തിലെ ഇതൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ത്യയിലെ കോടതികളെ, ഇന്ത്യയിലെ ജഡ്ജിമാരെ വിമർശിക്കുന്ന താൻ പാകിസ്ഥാനിൽ പോടാൻ എന്നോട്. ഇവിടെ മര്യാദയ്ക്ക് ഹജ്ജിന് പോകുമ്പോൾ ഈ പാകിസ്ഥാനിൽ വിസ വെച്ചിട്ട് പോലും ഒരു ചങ്ങാതിക്ക് അവിടുന്ന് വിസ കിട്ടിയില്ല. പിന്നെ ഇവിടെ അനങ്ങിയ പാകിസ്ഥാനിലേക്ക് ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. ഈ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് എന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അന്താരാഷ്ട്ര ഗരിമ. അതിവർ നശിപ്പിച്ചു. ഇപ്പോൾ പെഹൽഗാമുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ സ്റ്റാൻഡ് ലോകത്തോട് പറയാൻ വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ MP-മാരുടെ വലിയ സംഘത്തെ അയച്ചു. ഇനി അതിലും വലിയ സംഘത്തെ അയക്കേണ്ടി വരും ഈ വിഷയത്തിൽ. കാരണം ദി ഗാർഡിയൻ, BBC,
റോയിറ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. റോയിറ്റർ, ഇർന, ഖലീജ് ടൈംസ്, സൗദി ഗസറ്റ് എല്ലാവരും വൻ വാർത്ത അയക്കിയിരിക്കുന്നത്. അപ്പം ഇന്ത്യയിലെ ജനാധിപത്യം, അതായത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബൊമ്മയും പാവയും ആക്കിയ ഒരു വിഷയം ലോകത്തോട് വിശദീകരിക്കാൻ ഒരു ഓൾ പാർട്ടി ഇഞ്ഞു അയക്കേണ്ടി വരും. അവിടേക്കാണ് ഇനി നാളെ തൊട്ട് നല്ല രസകരമായ കാർട്ടൂണുകൾ വരും. ലോകതലങ്ങളിൽ ഇത് ശ്രദ്ധിക്കപ്പെടും. അപ്പം അതുകൊണ്ട് ഇത് എല്ലാം അടിച്ചമർത്തിയതുപോലെ ഇതാണ്ട് അടിച്ചമർത്തി പോകാമെന്ന് നിങ്ങളാലും എന്താണ് ധരിക്കേണ്ട. കാരണം രാഹുൽ ഗാന്ധി എന്തോ തീരുമാനിച്ച് തന്നെ ഇറങ്ങിയതാണ്. അദ്ദേഹത്തിൻ്റെ തൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടും എന്നറിയാം. അതുപോലും അദ്ദേഹത്തിന് പുല്ലാണ്. സത്യത്തിൽ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി രാഹുൽ നടത്തുന്ന ശ്രമം, ആ ജോഡോ യാത്ര ഒക്കെ വമ്പ മൈലേജാണ് ഉണ്ടാക്കിയത്. പക്ഷേ എന്തുകൊണ്ട് വോട്ടായി മാറിയില്ല എന്നതിൻ്റെ ഉത്തരപ്പള കിട്ടി. ഈ രാജ്യത്തെ ജനങ്ങൾ തങ്ങൾ ചെയ്യുന്ന വോട്ടൊന്നും അവിടെ എത്തുന്നില്ല. അതുപോലെ തന്നെ വ്യാപകമായി വ്യാജ വോട്ടുകൾ ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഉത്ഭുതതയുള്ള, വിദ്യാഭ്യാസമുള്ള, സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യത്തെ എല്ലാവരും ഞെട്ടിപ്പിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ഈ വോട്ടിങ്ങിനോ ഒക്കെ കൂടുതൽ ജാഗ്രതയോട് സമീപിക്കാൻ പൗരന്മാർ നിർബന്ധിതരാകുകയും വലിയ വിചാരണകളിലേക്കും വിവിധ നിയമയുദ്ധങ്ങളിലേക്കും ഒക്കെ ഈ വിഷയം പോകും. പ്രത്യേകിച്ച് നാളത്തെ 300-ഓളം MP-മാർ ഇന്ത്യ മുന്നണിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം യോജിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതെല്ലാവരും ബാധിക്കുന്ന പ്രശ്നമാണ്. BJP ഒഴികെയുള്ള എല്ലാ പാർട്ടികളും ഒരു ഭാഗത്ത് നിൽക്കാൻ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഐക്യപ്പെടുന്നു എന്നുള്ളതാണ്. ശ്രീ പത്മനാഭൻ, അതാണ് തെരുവിലേക്ക് ഇറങ്ങുകയാണ് പ്രതിപക്ഷം മാത്രമല്ല, അതൊരു ജനകീയ പ്രക്ഷോഭമാക്കാനുള്ള വഴികളിലേക്കാണ് ഇപ്പോൾ പ്രതിപക്ഷം കടക്കുന്നത്. അപ്പോൾ ഇത് കോടതിയിൽ പോയി അതിന്റെ സാങ്കേതികമായ നൂലാമാലകളിൽ സമയമെടുത്ത് പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമായിട്ടല്ല അതിനെ കാണുന്നത്. ജനം ചോദ്യം ചെയ്യുന്ന ഒരു വിഷയമാക്കി അത് ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഭയമുണ്ടോ? ഈ ചർച്ചയിൽ വന്നിരുന്നിട്ട് എതിർ ചർച്ച ചെയ്യുന്നവനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക, ഇതൊക്കെയാണ് ഈ ഇന്ത്യ മുന്നണിയുടെ സംസ്കാരം. നിങ്ങൾ ഈ ജാതി നമ്പറൊന്നായിട്ട് ഇറങ്ങണ്ട. ഞാനിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ മര്യാദയ്ക്ക് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ മര്യാദയ്ക്ക് വോട്ട് ചേർക്കാനും വെട്ടിമാറ്റാനുള്ള പണിയെടുക്കുക, അടിസ്ഥാനപരമായ പണിയെടുക്കുക. ഇല്ലെങ്കിലുണ്ടല്ലോ ഇവിടെയും തോൽക്കും, 8 നില പൊട്ടും. അത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ പത്രസമ്മേളനം നടത്തിയിട്ട് മാർക്സിസ്റ്റുകാർ കള്ളവോട്ട് ചേർത്തു പറഞ്ഞിട്ട് നടത്തേണ്ടി വരും. പണിയെടുക്കുക കേട്ടോ. കോൺഗ്രസ്സുകാരാ UDFകാരാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്യേണ്ട പണി തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്യണം. അത് ചെയ്യാതെ നിങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം തോറ്റുപോയിട്ട് നിങ്ങൾ അത് കോടതി തീരുമാനിച്ചോട്ടെ, അതല്ലേ വെല്ലുവിളിക്കുന്നത്. മഹാരാഷ്ട്രയിൽ ഒരൊറ്റ സിംഗിൾ പെറ്റീഷൻ മൂവ് ചെയ്തിട്ടില്ല. 288 സീറ്റിൽ മത്സരം നടന്നു. 235 സീറ്റ് ഞങ്ങൾക്ക് കിട്ടി. പക്ഷേ ഞങ്ങളെ ഒരു തോറ്റ സ്ഥാനാർത്ഥി അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ജയിച്ച മഹായുതിന്റെ ആൾക്കെതിരെ, മഹാഗഠബന്ധന്റെ ആൾക്കെതിരെ ഞങ്ങളെ തോറ്റ സ്ഥാനാർത്ഥി ഒരാൾ പോലും 235 ഇങ്ങോട്ട് കൊടുത്തിട്ടില്ല. തോറ്റ ഇത് 235 സീറ്റ് കിട്ടിയ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തോറ്റുപോയ, അതായത് അവർക്കാകെ 33 സീറ്റാണ്, 53 സീറ്റ്, അതിൽപ്പെട്ട ഒരാൾക്കെതിരെ കേസ്. മൈക്ക് കെട്ടി പ്രസംഗിച്ചിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ കോടതി പോകണം. നിയമമുണ്ട്. എന്റെ സ്ഥിരം പരിപാടിയായിരുന്നു. ഇപ്പോഴാണ് നിന്നത്. അല്ല, ഞാനും മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നവനാ. തെരഞ്ഞെടുപ്പ് കോടതിയിൽ പോകൂ. ഞങ്ങളെടുത്തോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്തോ തെറ്റുണ്ടെങ്കിൽ, ഗൂഢാലോചനയുണ്ടെങ്കിൽ, ഒരുമിച്ചുള്ള പ്രവർത്തനം ഉണ്ടെങ്കിൽ കോടതിയിൽ പോകൂ. കോടതിയിൽ പോയി തെളിയിക്കൂ. മഞ്ചേശ്വരത്ത് ഞങ്ങൾ ശ്രമിച്ചു, പക്ഷേ പകുതി വഴി വെച്ചിട്ട് ഇവരുടെ MLA മരിച്ചുപോയി. അതുകൊണ്ട് കേസ് ഇൻഫ്രക്ചസ് ആയി. കോടതിയിൽ പോകൂ. അതല്ലേ അതിന്റെ ശരി. രാജനാരായണൻ വാട്സപ്പും ലാലിന് കൊടുക്കൂ. മതി എനിക്ക് പറയാനുള്ളത് മതി. വളരെ ചുരുക്കിയേ പറയാനുള്ളൂ. BJP പ്രതിനിധി ശ്രീ പത്മനാഭന് വളരെ കുറച്ചേ പറയാനുള്ളൂ. ലാൽകുമാർ, അതെ, അല്ല, ഇതിനകത്തെ പ്രശ്നം എന്താണെന്നറിയോ? എല്ലാ കാര്യത്തിനും കോടതിയിലേക്ക് പോകുന്നു. ഈ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ സമര പാരമ്പര്യത്തെക്കുറിച്ച് ശ്രീ പത്മനാഭനൊന്നും ആലോചിക്കുന്നത് നല്ലതാണ്. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് കോടതി പോയിട്ടല്ല. അതാദ്യം മനസ്സിലാക്കണം. അങ്ങനെ പല കാര്യങ്ങളും കോടതിക്ക് പുറത്തും ചെയ്യാൻ പറ്റും. പൊതുപ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ എല്ലാ വിഷയത്തിനും കോടതി പോയിട്ടാണോ നടക്കുന്നത്? ഈ വിഷയത്തിന്റെ നോക്കൂ. രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പും വോട്ട് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ പെർഫോമൻസ് ആക്കി ഇത് മാറ്റിയില്ലേ? ഇത് കോൺഗ്രസിന്റെ പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണോ?
അല്ല. ഐഡന്റിറ്റി കാർഡുമായിട്ട് ബന്ധപ്പെട്ട ഈ പറയുന്ന രീതിയിൽ ഒരു അധമ പ്രവർത്തനം നടന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യം, ഇറസ്പെക്റ്റീവ് ഓഫ് ദ പൊളിറ്റിക്കൽ ഡൈനാമിക്സ്, അതല്ലേ നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേന് കോൺഗ്രസ് അണ്ടർ പെർഫോമിംഗ് ആയതുകൊണ്ടുള്ള വിഷയം. ശരി, കോൺഗ്രസ് അണ്ടർ പെർഫോമിംഗ് ആയിട്ട് വരുന്നു, ഞാൻ കോൺഗ്രസ്സുകാരനല്ല, കോൺഗ്രസിനെതിരെ വോട്ട് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം വേണ്ടേ? LMNO PQ എന്ന് പറയുന്ന അച്ഛൻ ആര്, PKVW എന്ന് പറയുന്ന സ്ഥലപ്പേര് ഏത് എന്നുള്ളതിന് ഇലക്ഷൻ കമ്മീഷൻ, ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ നമ്മളോട് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഇലക്ഷൻ കമ്മീഷന് വേണ്ടി BJP മറുപടി പറയുന്നതുകൊണ്ടാണ് നമ്മൾ നിങ്ങളെ കൂടെ ചേർത്ത് ചോദിക്കുന്നത്. കാര്യം നിങ്ങൾ പറയണമെന്നില്ല, ഇലക്ഷൻ കമ്മീഷൻ മാത്രം പറഞ്ഞാൽ മതി. കാര്യം നിങ്ങൾ അവരെ കൊണ്ട് നേടിയതാണെങ്കിൽ അവർ പറഞ്ഞാൽ മതി, അല്ല നിങ്ങൾ പറഞ്ഞാൽ മതി. പക്ഷെ നിങ്ങൾക്ക് അവരിൽ നിന്ന് നമുക്ക് കിട്ടാത്തപ്പം അവർക്ക് വേണ്ടി നിങ്ങൾ വാദം ഉന്നയിക്കുമ്പോൾ നിങ്ങളോട് ചോദിക്കുന്നതേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ശരി, നമുക്ക് നോക്കാം. നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം വരാൻ പോകുന്നു. അതിനുശേഷം യോഗം, അതിനുശേഷം ബീഹാറിൽ 2 ആഴ്ച നീളുന്ന വലിയ പരിപാടി, പ്രതിഷേധ പരിപാടികളാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത്. വളരെ നന്ദി ഷാഫി ചാലിയം, അഡ്വക്കേറ്റ് VP ശ്രീ പത്മനാഭൻ, അഡ്വക്കേറ്റ് N. ലാൽകുമാർ, സണ്ണിക്കുട്ടി എബ്രഹാം ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.